നമസ്കാരം. സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരള സർവകലാശാല പരീക്ഷകൾ മാറ്റിവെച്ചു. മലയോര മേഖലകളിലേക്കുള്ള യാത്രയ്ക്ക് വിലക്ക്. പ്രകൃതി ദുരന്തങ്ങളിൽ മരണം 27. സംസ്ഥാനത്തുടനീളം മഴ തുടരുന്നതോടെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ നാശം വിതയ്ക്കുന്ന പശ്ചാത്തലത്തിൽ 10 ജില്ലകളിലെ എല്ലാത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടങ്ങൾ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള പഠന കേന്ദ്രങ്ങൾക്കാണ് നിയന്ത്രണം ബാധകമാക്കിയിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത പ്രാദേശിക ഭരണകൂടങ്ങൾ അവധി ഉത്തരവിറക്കിയത്. മഴക്കെടുതികൾ രൂക്ഷമായതോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഇതിന്റെ ആഘാതമെത്തി. കേരള സർവകലാശാല ഇന്ന് നടത്താനിരുന്ന തിയറി, പ്രാക്ടിക്കൽ, വൈവ, വേഴ്സി ഉൾപ്പെടെയുള്ള മുഴുവൻ പരീക്ഷകളും അനിശ്ചിത കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പുതുക്കിയ സമയക്രമം പിന്നീട് അറിയിക്കും എന്നാണ് പരീക്ഷാ വിഭാഗം വ്യക്തമാക്കുന്നത്. എന്നാൽ സർവകലാശാലയുടെ സ്വന്തം പഠന വകുപ്പുകൾ നേരിട്ട് നടത്തുന്ന പരീക്ഷകൾക്ക് മാറ്റമില്ലാതെ തുടരും. മഴ ശക്തി പ്രാപിച്ചതോടെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പുകൾ കർശനമാക്കിയിട്ടുണ്ട്. ഇന്ന് 9 ജില്ലകളിലാണ് തീവ്ര മഴ സാധ്യത സൂചിപ്പിക്കുന്ന ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി മേഖലകളിലും മധ്യ ഉത്തര കേരളത്തിലെ എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നത്. വരും ദിവസങ്ങളിലും മഴയുടെ ശക്തി കുറയില്ലെന്നാണ് പ്രവചനം. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട്. മറ്റ് മേഖലകളിലും സ്ഥിതി ശാന്തമല്ല. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്നും വ്യാഴാഴ്ചയോടെ കാസർഗോഡ് വരെയുള്ള ഭൂരിഭാഗം ജില്ലകളിലും യെല്ലോ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ പ്രത്യേക പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് റഡാർ ദൃശ്യങ്ങളും വ്യക്തമാക്കുന്നു. മഴ കവർന്ന ദുരന്തങ്ങളിൽ സംസ്ഥാനത്ത് ആകെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 27 ഉയർന്നു. ഏറ്റവും കൂടുതൽ ജീവഹാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. 5 പേരാണ് ഇവിടെ ദുരന്തങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടത്. കാണാതായ 4 പേർക്കായി തെരച്ചിൽ ഊർജിതമാക്കി തുടരുകയാണ്. വീടുകൾ തകർന്നും വെള്ളക്കെട്ട് രൂക്ഷമായും ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് തെരുവിലായത്. നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുന്ന 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18,000-ലധികം ആളുകളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും തകർന്ന 52 വീടുകൾക്ക് പുറമെ 500-ലധികം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. കനത്ത പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ യാത്രകൾക്ക് വൻ നിയന്ത്രണമാണ് കളക്ടർ DR മേഘശ്രീ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യമില്ലാത്ത എല്ലാത്തരം യാത്രകളും ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അയൽ സംസ്ഥാനങ്ങളുമായുള്ള അന്തർ സംസ്ഥാന യാത്രകൾക്കും തടസ്സമുണ്ട്. അയൽ ജില്ലയായ നീലഗിരിയിലെ ഭരണകൂടത്തോടും വലിയ വാഹനങ്ങൾ കടത്തിവിടരുതെന്ന് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പുകൾ സംയുക്തമായി ഈ നിയന്ത്രണങ്ങൾ റോഡുകളിൽ നടപ്പിലാക്കും. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അടിയന്തര അഭിമുഖങ്ങൾക്കും പൊതുപരീക്ഷകൾക്കും എത്തുന്നവർക്ക് ഈ വിലക്കുകളിൽ ഇളവുണ്ടാകും. മലയോര മേഖലകളിലേക്കുള്ള യാത്രകളും വിനോദസഞ്ചാരവും ഒക്കെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നദികളിലും വെള്ളച്ചാട്ടങ്ങളിലും ജലനിരപ്പ് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തം, കുളി എന്നിവയ്ക്കായി വെള്ളത്തിലിറങ്ങുന്നതും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു.